നിലമ്പൂർ ചുങ്കത്തറയിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ 2 LDF പ്രവർത്തകരെ അവിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവർ വേറെ പ്രദേശത്ത് നിന്ന് എത്തിയവരാണ്. അവിടെ താമസിച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ പരാതി ഉയർന്നിരുന്നു UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു പോലീസിന്റെ നടപടി ഉണ്ടായത്. 2 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് LDF പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ UDF അത്തരമൊരു ആരോപണം മുന്നോട്ട് വെച്ചു. അത് പരാതിയായി ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ നടപടി അവിടെ ഉണ്ടായതാണ്. ഇപ്പോൾ ചുങ്കത്തറയിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്നു. പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. 2 LDF പ്രവർത്തകരുടെ കസ്റ്റഡിയിൽ എന്നുള്ള വിവരം പുറത്ത് വന്നത്. പുറത്തുനിന്നെത്തിയ പ്രവർത്തകരാണ്, ആ മണ്ഡലത്തിൽ ഉള്ളവരല്ല. പുറത്ത് നിന്നെത്തിയ ആളുകൾ അവിടെ അങ്ങനെ താമസിക്കുന്നു, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് പരാതി ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. ഇപ്പോൾ വീണ്ടും ചെറിയ തോതിൽ സംഘർഷമുണ്ടാകുകയാണ് വോട്ടെടുപ്പിനിടെ. ഇന്ന് രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ അവിടെ മിക്ക ബൂത്തുകളിലും ക്യൂ ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും വലിയ തോതിൽ വോട്ടേഴ്സ് ബൂത്തുകളിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ സുഗമമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. തുടക്കത്തിൽ ചെറിയ തോതിൽ ചെറിയ തകരാറുകളൊക്കെ വോട്ടിംഗ് യന്ത്രത്തിൽ കണ്ടു എന്നതൊഴികെ വോട്ടെടുപ്പ് സുഗമമായി നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ നേരിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. നിലമ്പൂരിലെ ചുങ്കത്തറയിൽ ഇപ്പോൾ ഇരു വിഭാഗങ്ങൾ തമ്മിൽ നേരിയ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മിഥില ബാലൻ, മിഥില, ഇത് എന്തിന്റെ പേരിലുള്ള തർക്കമാണിത്? മിഥില, ഉന്മേഷ്, നേരത്തെ ഉള്ള ആ 2 LDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിന്റെ തുടർ പ്രതികരണം അല്ലെങ്കിൽ തുടർ വാക്കുതർക്കമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇരുഭാഗം പ്രവർത്തകരും UDFന്റെയും ഒപ്പം തന്നെ LDFന്റെയും പ്രവർത്തകർ ആണ് ഈ സംഭവത്തിൽ. മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രാദേശികമായ നേതാക്കൾ ഇവിടെ എത്തി ഇവരെ അന്വയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടെ എത്തി പ്രവർത്തകരെ മാറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, പ്രദേശത്ത് അല്ലാത്ത 2 ആളുകൾ ഇവിടെ ഒരു വീട്ടിൽ തമ്പടിച്ച് UDFന്റെ വോട്ട് അല്ലെങ്കിൽ UDF പ്രവർത്തകർ വോട്ട് ചെയ്യാനെത്തുന്നത് തടയുന്നു എന്നായിരുന്നു UDFന്റെ ഒരു ആരോപണം. അങ്ങനെയാണ് ഈ 2 LDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. അതിന് പിന്നാലെ ഈ വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ എത്തുന്നു. ആ മാധ്യമങ്ങൾ എത്തിയ സമയത്താണ് ഈ ഇരുവിഭാഗങ്ങളും തങ്ങളുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് വന്ന് ഇരുവിഭാഗം തമ്മിലുള്ള നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു. പോലീസ് ഇടപെട്ടത് ശാന്തമാക്കുകയാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ പ്രധാനപ്പെട്ട